ചേട്ടാ 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 അയ്യോ അണ്ണൻ എന്താ പറ്റിയേ? നമ്മുടെ അണ്ണൻ ആകെ അവശതയിലാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഷടാ, അണ്ണൻ എന്തോ പറ്റിയിരിക്കുകയാണ്. അണ്ണൻ എന്തോ പ്രശ്നമുണ്ട്. അണ്ണന് വല്ലാത്തൊരു രോഗമാണ്. അല്ലെങ്കിൽ അണ്ണൻ ഇപ്പൊ തട്ടിപ്പോകുമോ? എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്തേക്കാം, അണ്ണന് ഇതിന് ലൈക്കും കൊടുക്കാം, ഷെയറും കൊടുക്കാം, ഇതങ്ങ് സ്റ്റോറി ഇടാ. ഒരു കാര്യം ചെയ്തേക്കാം, ഇതുവരെ വീഡിയോ പോലും ചെയ്യാത്ത ഞാനാണ്. എന്തായാലും അണ്ണന് വേണ്ടിയിട്ട്, അണ്ണന് വല്ലാത്തൊരു അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അണ്ണനൊരു സപ്പോർട്ട് കൊടുത്തേക്കാം. അണ്ണന്റെ ചില ഭക്തരുടെ കാര്യമാണ് പറയുന്നത്. അതായത് റോബിൻ രാധാകൃഷ്ണന്റെ ചില ഭക്തന്മാർ ഇത്തരത്തിലുള്ള റോബിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരെയും ഇങ്ങനെ പറയാൻ ഞാൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഭക്തന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റോബിൻ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ, അതല്ല എങ്കിൽ വളരെ മോശമായ ഒരു ചെയ്തിയുടെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഇങ്ങനെയല്ല. റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരവ് എന്ന് പറയുന്ന യുവാവ് റോബിന്റെ സന്നദ്ധ സഹചാരിയായിരുന്നു. അപ്പോൾ റോബിൻ അന്ന് ആരവിനോട് പ്ലാൻ ചെയ്ത് എടുപ്പിച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ട ആ വീഡിയോയുടെ ചെറിയ ഭാഗം. എന്നാൽ ഇതിന്റെ ഒറിജിനൽ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ആദ്യം നിങ്ങളൊന്ന് കാണുക. ആരവേ, നീ ഒരു കാര്യം ചെയ്യുമോ, നീ എനിക്കൊരു വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാ, വീഡിയോ എടുത്തു തരാം, അതിനെന്ത് പ്രശ്നം, ഒരു വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റോബിൻ പറയുന്നു, ഞാൻ ബാത്റൂമിലോട്ട് ഓടും, നീ പുറമെ ക്യാമറയായിട്ട് ഓടണം, ബാത്റൂമിൻ്റെ അകത്ത് ചെന്നിട്ട് ക്യാമറയായിട്ട് നിന്നിട്ട് ബാക്കിൽ എൻ്റെ മുഖത്ത് വന്നിട്ട് തട്ടണം, ചേട്ടാ എന്തു പറ്റി എന്ന് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഡ്രാമ പ്ലാൻ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും അത്. ഞാൻ പറഞ്ഞു, ആദ്യമേ ജസ്റ്റ് വീഡിയോ എടുത്ത് പെട്ടെന്ന് പുറകെ ഓടിയപ്പം എനിക്കങ്ങ് ചിരി വന്നു. അങ്ങനെ ഞാൻ ചിരിച്ചു. അപ്പോഴത്തേനും പറഞ്ഞു, സീരിയസ് ആവണം ആരവേ, ഇത് ചിരിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് റീടേക്ക് എടുത്തു. ഞാൻ കൂടെ ഓടി. പുള്ളിക്കാരൻ ക്ലോസറ്റിൽ പോയിരുന്നു ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചതിന് ശേഷം ഞാൻ വീഡിയോ കട്ട് ചെയ്തു. പുള്ളി വീഡിയോ കണ്ടു. ഉടനെ പറഞ്ഞു, ഇത് സ്പ്രെഡ് ചെയ്യണം, ഇതിന്ന് വൈറൽ കണ്ടന്റാ, ഇന്ന് എല്ലാവരും കേരളക്കര മൊത്തത്തിൽ റോബിന് സുഖമില്ല, റോബിൻ ഛർദ്ദിക്കുന്നു, ഇന്ന് എല്ലാവരും കരയണം, പുതിയ കണ്ടന്റാണ്. ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ പുള്ളി പറയുന്ന കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഓക്കെ പിടിക്ക് ഓക്കെ പിടിക്ക് പിടിക്ക് ചോദിക്കണം, ചേട്ടാ എന്ത് പറ്റി, ചേട്ടാന്ന് വിളിക്കാം, ചേട്ടന്ന് മാത്രം വിളിച്ചത്, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ചേട്ടൻ പറഞ്ഞാൽ എന്താണ് ചേട്ടന്ന് ചോദിക്കണം. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഓക്കെ, ചേട്ടാ 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 പോവുക, ഞാൻ വരാം. നിങ്ങൾ ആദ്യം ഈ 3 വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഈ മൂന്ന് വീഡിയോയിൽ ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞല്ലോ. അതിൽ ഓരോ അലിഗേഷൻസ് വീതം നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. കാരണം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, സോ എന്നെ പറ്റി ഇങ്ങനത്തെ അലിഗേഷൻസ് പറയുമ്പോൾ ചുമ്മാ വന്നിരുന്നിട്ട് ഇത് അതൊന്നുമല്ല. കോടതി, പോലീസ് സ്റ്റേഷൻ, മിസ്റ്റർ ഷാലു പേയാട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോവോ, ഉടനെ തന്നെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുക. നിങ്ങൾക്കുള്ള ഒരു ഈ എന്താ പറയാ പ്രൂഫും കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കംപ്ലൈന്റ് കൊടുക്കുക എനിക്ക് അഗൻസ്റ്റ്. മനസ്സിലായില്ലേ ഷാലുപ്പയാൾ? അപ്പൊ ആ കാര്യം ആദ്യം അങ്ങ് ചെയ്യുക, മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ നിയമപരമായിട്ട് ഈ പറഞ്ഞ ഓരോ അലിഗേഷൻസും എനിക്ക് അഗൻസ്റ്റ് ഉള്ളത് സത്യമാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഷാലുപ്പയുടെ അത് തെറ്റല്ലേ? അപ്പൊ ഷാലുപ്പയുടെ ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം റോബിൻ ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും ആള് അത്ര കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അതായത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലറി വിളിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെയൊക്കെ ഒരു ധാരണ. പക്ഷെ ആൾ അത്തരക്കാരനല്ല. ആളൊരു ഏകാധിപതിയാകാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് താൻ മാത്രം മതി, താൻ മാത്രം വളർന്നാൽ മതി എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് റോബിൻ പോയിട്ടുണ്ട്, അഥവാ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ ആദ്യം കാണിച്ച ഈ വീഡിയോ ദൃശ്യങ്ങൾ. ഒരു സംശയം വേണ്ട. കാരണം റോബിൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഇത്തരത്തിലുള്ള സഹതാപം ഉണ്ടാക്കുന്ന, തനിക്ക് വയ്യ, തനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോ എത്തിച്ചു കൊടുത്ത് ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് തന്നെ വിമർശിക്കുന്ന ആളുകളെ ഇത്തരം സഹതാപ തരംഗത്തിലൂടെ നേരിടാനുള്ള ഒരു രീതി റോബിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നത് മറ്റാരുമല്ല, റോബിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, റോബിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ആരവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഇത് ചെറിയ കഥയായിട്ട് കാണേണ്ട കാര്യമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ ഒരു സീസണിലൂടെ വളർന്നു വന്ന് അവസാനം ഒരുപാട് ഷോകളും ഒരുപാട് ഇനാഗുറേഷനുകളും ഒക്കെ ലഭിച്ച ഈ റോബിൻ രാധാകൃഷ്ണൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് തന്നെ വളർത്തി വലുതാക്കിയ ജനങ്ങളെ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ആളും, എല്ലാവരും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല റോബിനെ, ഒരു പ്രത്യേക ടീം, അതായത് റോബിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ടീം, അവരെ പച്ചക്ക് വഞ്ചിക്കുന്നതാണ് ഈ വീഡിയോ. ഒരു സംശയം വേണ്ട. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഏറ്റവും തരം താണ ഒരു ചെയ്തിയാണ്. കാരണം ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നത്, താൻ ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു വീഡിയോ നിങ്ങളിലേക്ക് പങ്കുവെക്കുമ്പോൾ ആ വീഡിയോ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് എത്തണമെന്നും നിങ്ങളത് സ്വീകരിക്കണമെന്നും ഞാൻ താല്പര്യപ്പെടാറുണ്ട്. ഒരു സംശയവുമില്ല. കാരണം അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ ആ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ച ഉണ്ടാവുകയോ അതല്ല എങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുകയോ ചെയ്യത്തുള്ളൂ. ആ ചർച്ച ചെയ്തില്ല എങ്കിൽ അത് ആരും അറിയില്ല. അത് കേവലം 1, 2, 3 ആളുകൾ അല്ലെങ്കിൽ 1000 ആളുകൾ കണ്ടിട്ട് അത് അവസാനിച്ചു പോകും. മറിച്ച് അതൊരു ചർച്ചയാകണം എന്നുള്ളത് തന്നെയാണ് എല്ലാ കണ്ടന്റ് ക്രിയേറ്ററും ലക്ഷ്യം വെക്കുന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടാകാം, എന്നെ മതിമറന്ന് സ്നേഹിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളത്, എന്നെ അന്ധമായിട്ട് ആരും ഫോളോ ചെയ്യരുത് എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താണോ നിങ്ങളോട് പറയുന്നത് ആ കാര്യങ്ങളിൽ സത്യമുണ്ട് എങ്കിൽ, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എങ്കിൽ, യുക്തിക്കനുസൃതമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കാദർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മോശം ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാക്കാം, ചിലപ്പോൾ ഒരുപാട് നല്ലതും ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കിടയിലേക്ക് 2-3 ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഷാലു പിയാണോ അങ്ങനെ എന്തോ പറയുന്ന റോബിന്റെ കൂടെയുള്ള ഒരാൾ, ഷാലു, എനിക്ക് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വിട്ടുപോയി, ഷാലു പിയാൺ എന്ന് പറയുന്ന വ്യക്തി ഈ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതായത് റോബിനെ കുറിച്ചിട്ട് ആരതിപ്പൊടി അടക്കം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഷാലുവിന് അയച്ചിട്ടുള്ള സ്ക്രീൻ റെക്കോർഡുകൾ, അതുപോലെ തന്നെ ചാറ്റ് അടക്കം അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് ആരവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും, ഇങ്ങനെ ഒരു ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ തനിക്കൊരു സഹതാപ തരംഗം ഉണ്ടാകും എന്നുള്ളത് ഈ പറയപ്പെടുന്ന ആരവിനോട് പറഞ്ഞു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇമോഷണലി അല്ലെങ്കിൽ ആളുകളുടെ സഹതാപത്തെ വിറ്റ് കാശാക്കുന്ന ഒരവസ്ഥയാണ്. ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അന്ധമായിട്ട് ഫോളോ ചെയ്യരുത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇതൊക്കെ എത്ര തരം താണ പ്രവൃത്തിയാണ്. നമ്മളെ എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിന്ന, നമ്മളെ എല്ലാ വിഷയങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ഫോളോവേഴ്സ്.
അവരോട് കൂറു പുലർത്തേണ്ടതുണ്ട്. അവർ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ വിശ്വസിക്കുന്നവരാണ്. അവരോട് കൂറു പുലർത്തണം. അവരെ വഞ്ചിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. അത് റോബിൻ രാധാകൃഷ്ണനായി കഴിഞ്ഞാലും ഇനി ആരായി കഴിഞ്ഞാലും, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആളുകളായി കഴിഞ്ഞാലും അവർ തിരിച്ചടിക്കും. റോബിനെ വളർത്തിയത് ജനങ്ങളാണ് എങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് റോബിനെ താഴ്ത്തിടാൻ അവർക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ വീഡിയോയോട്, ഇത്തരം ആരോപണങ്ങളോട് റോബിൻ പ്രതികരിച്ച ചില വീഡിയോയും കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നതാണ്. ആ വീഡിയോയിലൂടെ റോബിൻ എന്താ പറയുന്നത്? റോബിൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്കെതിരെ ഇങ്ങനെ ആരോപണമൊന്നും ഉന്നയിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ റോബിനോട് എനിക്ക് പറയാനുള്ളത്, മിസ്റ്റർ റോബിൻ, സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു വിഷയമാകുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അതിൽ പരാതിയും ഉണ്ടാകും, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തിരിച്ചടിയും ഉണ്ടാകും. കാരണം ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ്. ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നതും ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകുന്നതും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ നിങ്ങൾ പറയുന്നു നിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ആരോപണം, എന്നെ ചതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അവരൊക്കെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കട്ടെ എന്ന്. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ ചതിച്ചു, എന്നെ ഇന്നയാൾ വഞ്ചിച്ചു, അതൊന്നെങ്കിൽ സാമ്പത്തികപരമായിട്ട് വഞ്ചിക്കണം, അതല്ല എങ്കിൽ നിങ്ങൾ അയാളെ ആക്രമിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസിൽ നിങ്ങൾക്കെതിരെ പരാതി, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രമല്ല, പരാതി കൊടുക്കാം, പക്ഷേ അതിലൊരു കേസ് എടുക്കാൻ പറ്റണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വിഷയത്തെ പോയിട്ട് പരാതി കൊടുക്കുക, എന്നിട്ട് തെളിയിക്കുക, എന്നിട്ട് എനിക്കെതിരെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് വാ, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെ വിശ്വസിക്കുന്ന ചില മണ്ടൻ പൊട്ടന്മാരായിട്ടുള്ള കുറച്ചാൾ, എല്ലാവരും അല്ലേ കേട്ടോ, അന്ധം ഭക്തരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചു എന്ന് വരാം, അവര് വിശ്വസിച്ചു എന്ന് വരാം. പക്ഷെ അതിലൊരു ന്യായമില്ല. യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന ശാലൂപിയാടും അതുപോലെ തന്നെ ഈ ആരവും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ നിങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കേണ്ടത് ഇവരുടെ കൂടെ ഒരു ടേബിളിൽ ഇരുന്നു കൊണ്ട്, ചുറ്റും ഇരുന്നു കൊണ്ട്, കൃത്യമായ ഒരു മധ്യസ്ഥതയ്ക്ക് ഒരാളെ വെച്ചുകൊണ്ട് തെളിയിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തെളിയിക്കാനാണ് നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത്. ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ ഈ പറഞ്ഞ ശാലൂപിയാടിനെയും ഈ പറയുന്ന ആരവിനെയും ഞാനൊരു ടേബിളിലേക്ക് വിളിക്കുകയാണ്, ഒരു മധ്യസ്ഥതയിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഒരു 4-5 പേരുടെ സാന്നിധ്യത്തിൽ ഇവരെനിക്കെതിരെ തെളിവുകൾ നിർത്തട്ടെ, ഞാനും അയാൾക്കെതിരെ സംസാരിക്കാം, ആരുടെ ശരിയാണെന്നുള്ളത് ഈ മധ്യസ്ഥത വഹിച്ച ആളുകൾ തീരുമാനിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാകുമായിരുന്നു. അതല്ലാതെ പോയിട്ട് കേസ് കൊടുക്ക്, എന്നെ അറസ്റ്റ് ചെയ്യാൻ വരട്ടെ എന്നൊക്കെ പറയുന്നത് കേവലം പിടുത്തം കിട്ടാതെ നിൽക്കുമ്പോൾ, അടിവേര് മാന്തുമെന്ന് തോന്നുമ്പോൾ, ഭയം മനസ്സിനെ വല്ലാതെ വേട്ടയാടുമ്പോൾ, ഭയം കയറി സിരകളിൽ ഭയത്തിന്റെ സൂചനകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ, മുഖമൊക്കെ മാറി മറിയുമ്പോൾ, വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഡയലോഗ് ഒന്നും ഒരു കാലത്തൊക്കെ വേഗമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കില്ല. റോബിനോട് യാതൊരു തരത്തിലുള്ള ശത്രുതയുമില്ല. പക്ഷെ റോബിൻ രാധാകൃഷ്ണനുമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. കേവലം ഇയാളുടെ വിഷയമൊന്നും സംസാരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. നിങ്ങൾ ആരെയും, എന്നെ അടക്കം, അന്ധമായിട്ട് വിശ്വസിക്കരുത്, അന്ധമായിട്ട് ഫോളോ ചെയ്യരുത്. എന്താണ് കണ്ടന്റ്, അതിന് മാത്രം വാല്യൂ കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.